ഗുഡ് മോർണിംഗ്. ഈ ടീച്ചർ വിളിയൊന്ന് ഒഴിവാക്കിക്കൂടെ? അത് ഞാൻ ചുമ്മാ വിളിക്കണല്ലേ. ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കാക്കനാട് പോവാ. കാക്കനാടിലോട്ടാണോ? ഞാനും അങ്ങടാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചു പോക്കോളാം. എന്റെ ടീച്ചറെ, എനിക്ക് എന്റെ അളീനെ എന്താണല്ലോ അവിടുന്ന് പിക്ക് ചെയ്യാൻ പോണം. ടീച്ചർ വാ, ഞാൻ ആക്കാന്ന്. എടാ കുഴപ്പമില്ലടോ, ഞാൻ പൊക്കോളാം. അതെന്താന്ന്? ഒന്നുമില്ലല്ലോ, എന്റെ പഴയ ഫ്രണ്ട് അല്ലേ. പഴയ ഫ്രണ്ടോ? ആടോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. അതെ, ഈ കവർ ഒന്ന് ഫ്രണ്ടിൽ വെക്കാമോ? കേറുവാണേ. ഓക്കെ. ഈ ഭാഗത്തായിട്ട് നിർത്തിക്കാം. ഇവിടെ തന്നെ നിർത്തിക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞ ആ ഭാഗത്തോട്ടാ പോണ്ടത്. ഇല്ലടാ, എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരെയും കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. താങ്ക് യു സോ മച്ച് കേട്ടോ. വെൽക്കം. ലച്ചുവിനോടും പറഞ്ഞോടും പ്രത്യേക അന്വേഷണം പറയണം. ശരിടാ, ബൈ ബൈ. നീ ഇങ്ങോട്ട് വരാൻ നോക്കി. എടാ, അവിടെ മൊത്തം വെയിലാ. ഇങ്ങോട്ട് വാ. എടാ, ഇവിടെ ഒരു വലിയ മരമുണ്ട്, മരത്തിന്റെ ചോട്ടില്. കൈമുക്കി കാണിക്കോ? ആ കിഴങ്ങ ഇവിടെ ഇവിടെ ഇവിടെ. ഇത് പരിപാടിയല്ലേ, അളയൻ അങ്ങോട്ട് വന്നൂടായിരുന്ന? അവിടെയൊക്കെ നല്ല വെയിലാടാ അളയാ. പിന്നെ നല്ല വിശപ്പ്. വിശക്കുന്ന മോന്, നമുക്കേ വീട്ടിലെത്തിയിട്ട് കഴിക്കാട്ടോ. ട്ടോ, ഞാൻ എന്റെ അടുത്ത കോഴ്സ് നാട്ടിൽ ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? മക്കളിപ്പോ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുവല്ലേ, അതാദ്യം തീരട്ടെ, എന്നിട്ട് അതിനെ പറ്റി ആലോചിക്കാം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എത്തിയല്ല മല്ലനും മാധവനും. അടുത്തവണ ഞാൻ വല്ല വണ്ടി വിളിച്ച് പോക്കോളാം, പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ ആവട്ടെ. എന്താണ് ഹേ, മൊടയാണോ? മൊട ആർക്ക്? അളയനാണ് മൊട. എനിക്കെന്ത് പോടാ, കണ്ട വെയിലല്ല എന്നെ കൊണ്ട് കൊള്ളിപ്പിച്ചിട്ട്. വേല കൊള്ളിച്ചെന്ന് അളയൻ ഏതോ എന്റെ മരത്തിന്റെ നാളത്ത് വന്നിട്ട് എന്നെയല്ലേ വേല കൊള്ളിച്ചത്. ഞാൻ ആ നാട് മൊത്തം ഓടി വരികയായിരുന്നു. അളിയ എന്തൊക്കെ പറഞ്ഞാലും അളിയനാണ് വളം വെച്ച് അവനെ വഷളായി കൊണ്ടുവരുന്നത് കേട്ടാ. ഞാൻ വഷളാക്കിയതല്ലേ? കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെ നടന്നത് വല്ല പിടിയുണ്ടോ? ഇപ്പൊ ഇവരുടെ കൂടെ കൂട്ടിയിട്ട് ഞാൻ മൊത്തം വഷളായി. പറഞ്ഞിട്ടൊന്നും അളയൻ കെട്ടി തന്നെയാണ്, നേച്ചിയല്ലേ കെട്ടിയത്. ഒന്നുമില്ല. നീ വല്ല അറിയുന്നുണ്ടാ? എന്തോന്നു? നിന്റെ അനിയത്തിക്ക് പഠിക്കാൻ പോണെന്ന്. അനാർക്കലിയുടെ കവർ എടുത്തില്ലേ? ഏതനീതിക്ക്? നീ എന്തോന്ന് പഠിക്കാൻ പോണേ? നീ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കല്ലേ? ലച്ചു എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. പണിപ്പാളും. അതെ, മക്കൾ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് പഠിച്ചു കഴി, എന്നിട്ട് വല്ല ജോലിക്കുമ്പോ നിന്നെ പണിക്ക് വിട്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കും. അതിപ്പോ നീ പണിക്ക് പോയാലും മതി. ചേച്ചിക്ക് പണിക്ക് പോവാ. എനിക്ക് വിശക്കണം, ഞാൻ പോയി വല്ലതും കഴിക്കട്ട്. അളിയാ പറഞ്ഞളിയാ? ഇല്ല, നീ കഴിച്ചോ. എന്താ? ഒന്നുമില്ല, എനിക്ക് ചിലപ്പോ ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വരുവേ. അതിന് നീ ഇപ്പൊ പോയിട്ട് വന്നേരുള്ളൂ, ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതളെ ഇപ്പൊ പോവണ്ട, ഭയങ്കര വെയിലാണ്. ഞാനൊക്കെ അടിച്ച അളിയന്റെ ബ്യൂട്ടി ഒക്കെ പോവും. ഗ്ലാമറൊക്കെ പോട്ടോ. എന്തോ മറന്ന പോലെ. മറക്കാന്? അതിന് മറക്കാൻ നീ ഇവിടെ പോയപ്പോ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയില്ലല്ലേ? ഇല്ല. എന്താ? ഒന്നുമില്ല. അല്ല, മൊത്തത്തിലൊരു വെപ്രാ. ഒന്നുമില്ല, ജസ്റ്റ് തോന്നണ ആണ്. നമുക്ക് എന്നാ
ഡ്രസ്സോ ഇവിടെ വെച്ച പണി പാളും. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്താ 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 അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. ഒന്നുമില്ല. എന്താ എന്നെ ഇങ്ങനെ നോക്കണല്ലേ ചൂസേ? അല്ല നീ പുറത്തു പോയിട്ട് സാധാരണ വരുമ്പോ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്. എന്തോ ഒന്നുമില്ല. ലിച്ചൂസ് ചുമ്മാ തോന്നണ. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്ത്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണം. അത് പറഞ്ഞാ പോരെ, ഇപ്പഴത്തെ തരാം. മോനെ എന്താ എന്നാച്ച് എന്നാச்சு നിങ്ങളോടൊപ്പം ഞങ്ങള് പറമ്പിൽ മാങ്ങ വറുക്കാൻ പോയി. മോന് വേണോ? മാങ്ങ വേണ്ട. കഴിച്ചോ. ரொம்ப டேஸ்டியா இருக்குப்பா. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കഴിച്ചോ. നിങ്ങൾ അടുക്കളയിലോട്ട് പോണില്ലേ? ഒന്നും വേണ്ടല്ലോ. വേണ്ട. വേണ്ട, ഒട്ടും വേണ്ട. കഴിച്ചോ. நிறைய இருக்குப்பா. ഞാൻ പിന്നെ കഴിച്ചോളാം. മാങ്ങ കഴിച്ചോ. വെള്ളം താങ്ക്സ്. മതി. കുറച്ചുകൂടെ കുടിക്കേ. ദാഹം പോയി. മതി. അവിടെ മാങ്ങയുണ്ട്, മാങ്ങ പോയി കഴിച്ചോട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തോ പ്രശ്നം ചൂസ്? ഒരു പ്രശ്നം ഉറപ്പല്ലേ? എന്താടി? എന്തുവാ? എന്ത്? എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഷേടാ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്നുമില്ല. പാറൂഫിന്റെ ഒരു കാര്യം. പയ്യെ കഴിയത് ആരും എടുത്തോണ്ട് പോയില്ല. നിനക്ക് തന്നെ വെള്ളം വേണം? വേണം. തരാം. തൊണ്ടരൊന്നും കൊടുങ്ങല്ലേട്ടാ. സിദ്ധു എന്തെങ്കിലും പറഞ്ഞായിരുന്നു? സിദ്ധു ആരും ഒന്നിനോട് പറയിപ്പിക്കല്. ഞാൻ അളിയുടെ അടുത്ത് പറഞ്ഞു അളിയാ എനിക്ക് വെച്ചേക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഒരു പറയാണ് വീട്ടിൽ പോയിട്ട് കഴിക്കണമെന്ന്. അല്ലെങ്കിൽ പറയണം മക്കളെ ഞാനൊക്കെ എന്തായാലും വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ, ബാ നമുക്ക് കടയെല്ലാം കയറി കഴിച്ചിട്ട് പോവാന്ന്. എടാ അതല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോദിച്ചു നമ്മുടെ വേറ്ററി ഹോട്ടലുണ്ടല്ലോ അത് കണ്ടപ്പോ പറഞ്ഞു അളിയാ കേട്ട് മസാല തീറ്റിക്കാരല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന്. ആ തീറ്റിക്കാരല്ലാതെ പറഞ്ഞ് അതിന്റെ പേര് മുന്നോട്ട് നല്ല ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. നീ മുണുങ്ങ് കഴിക്കേ. കേശു സിദ്ധു വന്നപ്പോ തൊട്ടേ അവന്റെ പെരുമാറ്റത്തിന്
എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതളിയൻ ഈ വീട്ടിൽ വന്നു കയറി അന്ന് പോലുണ്ട്. ചേച്ചിക്ക് ഇത് എന്തോന്നാണ് ചേച്ചി അളിയന്റെ സ്പെല്ലിങ്ങും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്? ഞാൻ ഉള്ള കാര്യം പറയാല, ഇത് ഭയങ്കര ടോക്സിക് ആണ്, വേറെ പണിയില്ലേ? ഇത് ടോക്സിക് തേങ്ങയൊന്നുമല്ല. കുറെ നാളായാലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നതിനാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ അളിയന്റെ പെരുമാറ്റത്തിൽ ഇപ്പൊ എന്ത് മാറ്റമാണ് വന്നേക്കണേ? അതറിയാൻ പാടില്ല, പക്ഷെ എന്തോ ഒരു മാറ്റം വന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞു എന്ത് പെരുമാറ്റത്തിൽ മാറ്റം വന്നാലും മനസ്സിലാവുന്നു. അതല്ല പറഞ്ഞ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടെന്ന്, പക്ഷെ അതെന്താണ്, എന്തുകൊണ്ടാണ് ആ മാറ്റം വന്നതെന്നാണ് മനസ്സിലാവാത്തത്. അതെന്ത് മനസ്സിലാവാതെ? ചേച്ചി, ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ ഇന്ന്? എന്നാ എന്റെ ബർത്ത്ഡേ എന്നാന്ന് നിനക്ക് അറിയാൻ പാടില്ല. അല്ല, ചേട്ടന്റെ ബർത്ത്ഡേ എന്താണ് ഏട്ടാ? ചേച്ചി പാടി ഇവിടെ. ചേച്ചി, എന്റെ ബർത്ത്ഡേ അല്ല. പിന്നെ എന്റെ ബർത്ത്ഡേ ആണോ? നിനക്കെന്തരീ? അപ്പൊ എന്റെ ബർത്ത്ഡേ അല്ല, അപ്പൊ വേറെന്തോ ആണ്. എന്താണ്? ചേച്ചി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ കൊടുക്കലാവും. എന്റെ പൊന്നു മോളെ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ പോലും ചേച്ചിക്ക് കാര്യം പിടികിട്ടൂല. നീ ഇടയെന്ന് വായിച്ചെടുക്കാൻ ചേച്ചി അടുത്ത് പറയല്ലേ? അതിനുള്ള ബുദ്ധി ചേച്ചിക്ക് കൊടുത്തിട്ടില്ല ദൈവം. അതെനിക്കറിയാം, ഞാൻ കണ്ട്. നീ എന്തോന്ന് കണ്ട്? അളിയൻ ചേച്ചിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അളിയൻ അത് ഒളിപ്പിച്ചു വെച്ച്. കണ്ടാ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ എന്തോ കളത്തരം കാണിക്കുന്നുണ്ടെന്ന്. ഇതിലെന്തോ ഒന്ന് കള്ളത്തരം. അല്ല, ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അളിയന് തരണമെന്നുണ്ടെങ്കിൽ നേരിട്ടൊക്കെ തന്നാ പോരെ, എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നേ? എന്റെ കൊച്ചെ, ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതിൽ ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. അതിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യായിരിക്കും. അതെ, ശരിയാ. ഒരു കവർ അളിയന്റെ ഇരുന്നത് ഞാനും കണ്ട. പക്ഷെ ഞാൻ കണ്ടില്ലല്ലോ. അത് ചേച്ചി അറിയാതിരിക്കാനല്ലേ ഒളിപ്പിച്ചു വെച്ചേ. അതെ, എന്ത് ഗിഫ്റ്റാന്ന് കണ്ടോ? ആ കവർ മാത്രമേ കണ്ടുള്ളൂ, അതിന്റെ അകത്ത് എന്തോന്ന് ഞാൻ കണ്ടില്ല. അതെ, അത് അളിയൻ എവിടെയാ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേന്നറിയോ? അതറിയാം. എന്നാ വാ, സാധനം പോയി പോക്കാം. വേണോ? വേണം. അല്ല, ചേച്ചി നേരത്തെ പറഞ്ഞത് എന്റെ ഗിഫ്റ്റ് വരാൻ എന്തോ കൃത്യമായ സമയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എടാ, അത് ഗിഫ്റ്റ് കൊടുക്കാനല്ലേ സമയ സന്ദർഭമൊക്കെ ഉള്ളൂ. അത് മേടിക്കുന്ന ആൾക്ക് സമയ സന്ദർഭത്തിന് ആവശ്യമില്ലല്ലോ. വാ പറ. വേണോ? ആ വേണം, വാ വാ നടക്ക്. ആ ഒന്നുമില്ല, വാ. ഇത്